ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വിവാഹ സാഫല്യത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു നായർ പെൺകുട്ടിയുടെ ബയോഡാറ്റയാണ്. 33 വയസ്സാണ് പ്രായം. ഫസ്റ്റ് മാരേജാണ്. +2 ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ആ കുട്ടിക്ക് 163 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത് കേട്ടോ. നക്ഷത്രം നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല. നക്ഷത്രം അവർക്ക് ജാതകം അത്ര മസ്റ്റായിട്ട് നോക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ഇത്ര ഏജൊക്കെ ആയതുകൊണ്ട് കുറേ ആയി അവർ ജാതകം നോക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് കല്യാണം അന്വേഷിക്കാൻ നിൽക്കുന്നു. പക്ഷേ ഇപ്പോൾ ജാതകം ചേരാത്തതുകൊണ്ടും ഇങ്ങനെ എല്ലാം അവർക്ക് അല്ലെങ്കിൽ മറ്റവർക്ക് ശരിയാവുമ്പോൾ ഇവർക്ക് ശരിയാവില്ല. ആ കാരണം കൊണ്ട് തന്നെ അവർ ഇനിയിപ്പോൾ ജാതകം നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയാണ് ഇവർ വീട് വരുന്നത് കേട്ടോ. സാധാരണ ഫാമിലിയാണ്. അച്ഛന് വർക്ക്ഷോപ്പാണ്, അമ്മ ഹൗസ് വൈഫാണ്. ഇവർക്ക് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം, കൊല്ലം, കോട്ടയം, പത്തനംതിട്ട അങ്ങോട്ട് തെക്കൻ ജില്ലകളിലേക്കാണ് അവർ നോക്കുന്നത് എന്നാണ് നമ്മളടുത്ത് പറഞ്ഞത്. അപ്പോൾ ആ ഭാഗത്തുള്ള ആരെങ്കിലും നായർ പയ്യന്മാർ, സാധാ ഫാമിലി, അവർക്ക് ഗവൺമെൻറ് എംപ്ലോയി വേണമെന്നൊന്നും നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ സാധാ ഒരു ഫാമിലി ആണെങ്കിൽ, നല്ലൊരു പയ്യനാണെങ്കിൽ അവർ കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ആൺകുട്ടിയും കൂടെ ഉണ്ട്. ആ ആൺകുട്ടി പഠിക്കുകയാണ് കേട്ടോ. അപ്പോൾ 33 വയസ്സാണ് പ്രായം. ഒരു 37 വയസ്സായാലും 40 വയസ്സിൻ്റെ ഉള്ളിൽ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ബയോഡാറ്റ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ നിങ്ങൾ വിളിക്കാൻ മറക്കാതിരിക്കുക. അല്ലെങ്കിൽ നിങ്ങളെ ബയോഡാറ്റ എൻ്റെ ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. അതിലേക്ക് നിങ്ങളെ ബയോഡാറ്റ, കംപ്ലീറ്റ് ബയോഡാറ്റ എനിക്ക് അയച്ചു തരാൻ ശ്രമിക്കുക. മാത്രമല്ല, ആദ്യമായിട്ടാണ് എൻ്റെ ഈ വിവാഹ സാഫല്യത്തിൻ്റെ ഈ ചാനൽ കാണുന്നവരെന്നുണ്ടെങ്കിൽ ദയവേത് നിങ്ങൾ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വയ്ക്കാൻ മറക്കാതിരിക്കുക. കാരണം ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നുണ്ട്. ആ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കൂടിയാണ് നിങ്ങളോട് പറയണത് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മാത്രമല്ല, നിങ്ങളിൽ ആർക്കെങ്കിലും, നിങ്ങൾ വേണ്ടപ്പെട്ടവർക്ക് ആർക്കെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളെ റിലേഷനിലോ അല്ലെങ്കിൽ നിങ്ങളെ നാട്ടിലാർക്കെങ്കിലും ഇതേപോലെ ഒരു ഇപ്പോൾ കല്യാണം നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ വീഡിയോയിൽ കണ്ട കാര്യം നിങ്ങളവരെ അറിയിക്കാൻ ശ്രമിക്കണം കേട്ടോ. പുതിയ ഒരു വീഡിയോയുമായിട്ട് തൊട്ടടുത്ത ദിവസം നിങ്ങളുടെ മുന്നിലെത്തുന്നത് വരെ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ശുഭരാത്രി. ഓക്കെ.